വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ വാർത്താക്കുറിപ്പിറക്കി രാജ്ഭവൻ. ഗവർണറെ മന്ത്രി അപമാനിച്ചെന്ന വാർത്താക്കുറിപ്പിൽ ഗവർണർക്ക് മുമ്പ് വേദി വിട്ടത് പ്രോട്ടോകോൾ ലംഘനമെന്നും രാജ്ഭവൻ. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, രാജ്ഭവൻ കടുത്ത പ്രതിഷേധം അറിയിക്കുകയാണ്. ഒന്നാമത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് മര്യാദകേടാണ്, മറ്റൊന്ന് പ്രോട്ടോകോൾ ലംഘനമാണ്. വിവരങ്ങൾ. രൂക്ഷമായ ഭാഷയിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ രാജ്ഭവൻ വിമർശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നടപടി അത്യന്തം അപലപനീയമാണ്, അല്ലെങ്കിൽ ഗവർണറെ അടക്കം അപമാനിക്കുന്നതിന് തുല്യമാണ്. ഭരണഘടനാപരമായി സംസ്ഥാനത്തിന്റെ തലവനായ ഗവർണറെ വരെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ രാജ്ഭവൻ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. രാജ്ഭവന്റെ ഈ ഗ്രൂപ്പിൽ വന്ന ഈ വാർത്താക്കുറിപ്പിൽ വളരെ നിശിതമായ ഭാഷയിൽ തന്നെ ഗവർണറുടെ മുൻപിലുള്ള മന്ത്രിയുടെ പ്രകടനത്തെ വിമർശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. കാരണം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഒന്ന്, ഭരണഘടനാപരമായി സംസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഗവർണറെ അപമാനിക്കുന്ന തുല്യമായിരുന്നു അദ്ദേഹത്തിന്റെ നടപടി. അദ്ദേഹം വേദി വിട്ടത് പ്രോട്ടോകോൾ ലംഘനമാണ്. കാരണം സാധാരണഗതിയിൽ ഒരു ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഗവർണർ വേദി വിടുന്നതുവരെ മറ്റാരും, ആ വേദിയിലുള്ളവരോ സദസ്സിലുള്ളവരോ ആരും തന്നെ അങ്ങനെ എണീറ്റ് പോകുന്ന പതിവില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു പ്രോട്ടോകോളാണ്. അതിന്റെ പൂർണ്ണമായ ലംഘനം മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, മന്ത്രി ഈ പ്രസംഗം അവിടെ നടത്തിയിട്ടുള്ള പ്രതിഷേധപരമായി നടത്തിയിട്ടുള്ള പ്രസംഗം അത് എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നതാണെന്ന് രാജ്ഭവൻ പറയുന്നു. അങ്ങനെ ആസൂത്രിതമായ ഈ രീതിയിലുള്ളൊരു പ്രതിഷേധവും ഒരു പ്രശ്നവും അവിടെ സൃഷ്ടിക്കാൻ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ആസൂത്രിതമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രാജ്ഭവൻ ആരോപിക്കുന്നത്. ഈ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന പ്രസംഗം മന്ത്രി ഒരു ഷോ ഡൗൺ തയ്യാറായിരിക്കുന്നു എന്ന രീതിയിലാണ് ഈ രാജ്ഭവനിൽ നിന്ന് പുറത്തിറക്കുന്ന വാർത്താക്കുറിപ്പിൽ രാജ്ഭവൻ പ്രതിനിധികൾ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ചാണ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് മുന്നിൽ വെച്ചാണ് മന്ത്രി ഇത്തരത്തിലുള്ള ഒരു പ്രകടനം നടത്തിയത്. ആ വാക്ക് തന്നെയാണ്, അത്തരം പെർഫോമൻസ് എന്നൊരു വാക്കാണ് അവിടെ ഉന്നയിച്ചിരിക്കുന്നത്, പ്രകടനം നടത്തിയിരിക്കുന്നത്. അത് ഈ വിദ്യാർത്ഥികളെയും ഈ വളരെ അച്ചടക്കത്തോടെ പെരുമാറുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പോലെയുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായി അവിടെ എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളെയും അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് രാജ്ഭവൻ ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ തെറ്റായിട്ടുള്ള ഒരു കീഴ്വഴക്കത്തിന് കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രി തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ഈ കുറിപ്പിലുള്ളത്. അതായത് മന്ത്രിയുടെ ഈ പെരുമാറ്റത്തെ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ രാജ്ഭവൻ എതിർക്കുന്നു, അതിൽ പ്രതിഷേധം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മന്ത്രിയുടെ വാക്കുകളിലും രാജ്ഭവൻ കടുത്ത പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. ഭാരതമാതാവിനെ അറിയില്ലെന്ന ഇത്രയും ആളുകളുടെ മുൻപിൽ വെച്ചുള്ള ആ ഒരു പരാമർശം അത് അത്യന്തം വേദനാജനകമാണ് എന്നുള്ളതാണ് രാജ്ഭവൻ്റെതായി വന്നിരിക്കുന്ന ഈ കുറിപ്പിൽ അറിയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഗവർണറുടേതായി പുറത്തു വന്നിരിക്കുന്ന വാക്കുകളാണ്. ഈ മന്ത്രി ഇറങ്ങിപ്പോയ അതേ വേദിയിൽ വെച്ച് തന്നെ ഭാരതമാതാവിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള, ആ ചിത്രത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കും ഒരു ചിന്തയ്ക്കും താനില്ല എന്നുള്ളതാണ് ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് രാജ്ഭവനിൽ മന്ത്രി ഇറങ്ങിപ്പോയതിനു ശേഷവും ഈ പരിപാടി തുടരുകയും ഗവർണർ ആ പരിപാടിയിൽ സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു. അതിൽ ഭാരതമാതാവിന്റെ ചിത്രം സംബന്ധിച്ച തന്റെ നിലപാടിൽ ഉറച്ചു തന്നെ ഗവർണർ നിൽക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ രാജ്ഭവനിൽ നിന്നിരിക്കുന്ന ഈ അറിയിപ്പ് വ്യക്തമാക്കുന്നത്. ഗവർണറുടെ ഒരു പരിപാടിയിൽ നിന്നും ഇത്തരത്തിൽ പുറത്തു പോയിരിക്കുന്നതിലെ അനൗചിത്യം ആദ്യം ചൂണ്ടിക്കാട്ടിയത് ജനംജീവിയാണ്. പ്രത്യേകിച്ച് ഒരു ഗവർണറുടെ പരിപാടിയിൽ എല്ലാ തവണയും തുടക്കത്തിലും അവസാനത്തിലും ദേശീയഗാനമടക്കം പാടുന്നതാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ആ ദേശീയഗാന സമയത്ത് എഴുന്നേറ്റ് നിൽക്കുകയും ആ ദേശീയഗാനം പാടുകയും ചെയ്യുന്നത് പതിവാണ്. അത് പ്രോട്ടോകോളിന്റെ ഭാഗമാണ്. അങ്ങനെ ചുരുക്കത്തിൽ ഭാരതാംബയുടെ ചിത്രത്തെ മാത്രമല്ല ദേശീയ ഗാനത്തെയും ഗവർണറെയും വരെ വിദ്യാഭ്യാസ മന്ത്രി അവഹേളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ രാജ്ഭവൻ ഔദ്യോഗികമായി ഭരണഘടനാപരമായി ഗവർണറുടെ പോസ്റ്റിനെ തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ളൊരു നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് രാജ്ഭവനിൽ സ്വീകരിച്ചിരിക്കുന്നതെന്നും അതിന് പിന്നിൽ ആസൂത്രിതമായൊരു നീക്കം നടന്നിരിക്കുന്നു എന്നുള്ളൊരു വിമർശനം കൂടി രാജ്ഭവൻ ഉന്നയിച്ചിരിക്കുന്നു. നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതാണ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തീവ്ര ഇസ്ലാമിക സംഘടനകളെയൊക്കെ പ്രീണിപ്പിക്കാൻ CPM-ന്റെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പലവിധമായ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിന്റെ ഭാഗമാണോ ഇതെന്ന സംശയവും നമ്മൾ പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ രാജ്ഭവൻ കൂടി അത്തരം ഒരു സംശയം മുന്നോട്ട് വയ്ക്കുന്നു. അതായത് ആസൂത്രിതമായ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു, ആസൂത്രിതമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഇത്തരത്തിൽ രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം സംബന്ധിച്ച ഒരു പ്രശ്നം അത് സൃഷ്ടിക്കാൻ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം കൂടിയാണ്. ഈ സമയത്ത് ഒരു വാർത്താ പ്രാധാന്യം നേടുക, ഭാരതാംബയെ അപമാനിക്കുക, അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകളുടെ ആ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഏത് വിധത്തിലുള്ള നടപടിക്കും തയ്യാറാകും എന്ന് വിദ്യാഭ്യാസ മന്ത്രി കൂടി അടിവരയിട്ട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രജിത്ത്.
അങ്ങനെ തന്നെയാണ്. കാരണം രാജ്ഭവൻ പോലും ഇത്തരത്തിലൊരു ആസൂത്രിത നീക്കം മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ അത് അദ്ദേഹം തയ്യാറാക്കി കൊണ്ടുവന്ന പ്രസംഗം അത് വായിച്ചത് അത് കൃത്യമായി വായിക്കുകയും ചെയ്തത് ഒരു ഇംപെൻഡിങ് ഷോ ഡൗണിന്റെ സൂചനയാണ്. അതായത് ഒരു ആസൂത്രിതമായി ഇത്തരത്തിലൊരു ഏറ്റുമുട്ടൽ ഉണ്ടാക്കാൻ തന്നെ ശ്രമിച്ചു എന്നുള്ളതാണ് രാജ്ഭവൻ പറയുന്നത്. അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തീവ്ര മുസ്ലിം സംഘടനകളെ പ്രീണിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ്, അവർക്ക് മുന്നിൽ ഇത്തരമൊരു സാഹചര്യം കൂടി സൃഷ്ടിച്ചെടുക്കുകയാണ് മന്ത്രി ചെയ്തത് എന്നുള്ളതിലും തർക്കമില്ലാത്ത കാര്യമാണ്. അതുതന്നെയാണ് ഇപ്പോൾ രാജ്ഭവനും കരുതുന്നതെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ ചില ഇടപെടലുകളുണ്ട്. പ്രത്യേകിച്ച് സ്കൂൾ സമയം നീട്ടിയതുമായി ബന്ധപ്പെട്ട് സ്കൂൾ സമയം മാറ്റം ഒരു കാരണവശാലും നടപ്പിലാക്കാതിരിക്കില്ല എന്ന് ആദ്യം പറഞ്ഞിരുന്ന മന്ത്രി പിന്നീട് സമസ്തയുടെ ഭീഷണിക്ക് മുന്നിൽ ഈ സ്കൂൾ സമയമാറ്റം നിർബന്ധമല്ലെന്നും വിദ്യാഭ്യാസം തന്നെ നിർബന്ധമല്ലെന്നും ഒക്കെയുള്ള പരിഹാസ്യമായ ചില പരാമർശങ്ങൾ പോലും നടത്തുന്നത് കണ്ടതാണ്. അത്തരത്തിലുള്ള വഴങ്ങിക്കൊടുക്കലുകൾ നടത്തുന്ന അതേ മന്ത്രിയാണ് ഇന്ന് രാജ്ഭവനിൽ ഭാരതാംബയെ തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള തീവ്ര മുസ്ലിം സംഘടനകളുടെയൊക്കെ ആവശ്യാനുസരണം എന്ന് തോന്നുന്ന പോലെ രീതിയിലുള്ളൊരു പ്രകടനം നടത്തിയത്. രാജ്ഭവൻ അവർ പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പോലും പെർഫോമൻസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഷോ ഡൗൺ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആസൂത്രിതമായ ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ഒരു പ്രകടനം നടത്താനുള്ള തീരുമാനം എന്ന രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നീക്കത്തെ വളരെ ആസൂത്രിതം എന്ന് തന്നെ രാജ്ഭവൻ ഔദ്യോഗികമായി തന്നെ വിമർശിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നീലിമ, ഈ ഗവർണറുമായുള്ള ഏറ്റുമുട്ടൽ ആസൂത്രിതമാണ് എന്ന് തന്നെയാണ് ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. സാഹചര്യ സംഭവങ്ങളും അത് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. കാരണം രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രമുണ്ട്, അതിനു മുന്നിൽ വിളക്ക് വയ്ക്കാറുണ്ട്, പുഷ്പങ്ങൾ അർപ്പിക്കാറുണ്ട്. ഇതൊക്കെ രാജ്ഭവനെ അടുത്തറിയാവുന്ന ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായും ഭാരതാംബയുടെ ചിത്രമുണ്ടാകും, അവിടെ വിളക്ക് കൊളുത്തും, പുഷ്പങ്ങൾ അർപ്പിക്കും. ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരു പ്രകടനപരമായ ഒരു സ്വഭാവമാണ്, ഒരു നടപടിയാണ് വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നും ഉണ്ടായത്. മാത്രവുമല്ല, അദ്ദേഹം കൊണ്ടുവന്ന എഴുതി തയ്യാറാക്കിയ ഒരു കുറിപ്പാണ് വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രമിച്ചു എന്നത് തന്നെ അടിവരയിട്ട് വ്യക്തമാക്കിക്കൊണ്ടാണ് രാജ്ഭവന്റെ വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. അതേ നീലിമ, അത്തരത്തിലുള്ളൊരു വ്യക്തമാക്കൽ തന്നെയാണ് ഇപ്പോൾ രാജ്ഭവന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ എല്ലാവരും ചർച്ച ചെയ്തത് ഈ മന്ത്രിയുടെ പ്രോട്ടോകോൾ ലംഘനമാണെങ്കിൽ അതിനപ്പുറത്തേക്ക് ആസൂത്രിതമായൊരു ശ്രമം അതിന് പിന്നിൽ നടന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. അതും ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ആ ഉപതെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു നീക്കമായി തന്നെ വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താം. അത്തരത്തിലുള്ളൊരു ശ്രമമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായതെന്ന് പറയുന്നതിലും തർക്കിക്കാൻ മറ്റൊരു വകയില്ല എന്നുള്ളതാണ്. കാരണം ഏതുതരം ആൾക്കാരാണ് അല്ലെങ്കിൽ ഏതുതരം പ്രത്യയശാസ്ത്രമുള്ള ആൾക്കാരാണ് സാധാരണഗതിയിൽ ഭാരതാംബയുടെ ചിത്രത്തോടൊക്കെ ഇത്തരത്തിൽ അപമതിപ്പ് പുലർത്തുന്നതും അതിനെ വികൃതമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതെന്നുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൽ ഭീകരവാദ ബന്ധമുള്ള സംഘടനകൾ വരെയുണ്ട്. അത്തരം സംഘടനകളോട് പോലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സന്ധി ചേർന്ന ഒരു സാഹചര്യം കൂടിയാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അല്ലെങ്കിൽ അത്തരമൊരു നയമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ തുടർച്ചയായി തീവ്ര മുസ്ലിം സംഘടനകളെയും അതോടൊപ്പം തന്നെ യാഥാസ്ഥിതിക മുസ്ലിം സംഘടനകളെയും പ്രീണിപ്പിക്കാനുള്ള നിരവധി നീക്കുപോക്കുകളും ഇടപെടലുകളും ഈ പറയുന്ന ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് കണ്ടതാണ്. അത് നേരത്തെ ബക്രീദിന്റെ അവധി സംബന്ധിച്ചാണെങ്കിലും പിന്നീട് സ്കൂൾ സമയമാറ്റം സംബന്ധിച്ചാണെങ്കിലും പിന്നീട് ഇപ്പോൾ ഇതാ ഈ ഭാരതാംബയുടെ വിഷയത്തിലാണെങ്കിലും RSSനെതിരെ നടത്തുന്ന ചില പ്രചാരണങ്ങളാണെങ്കിലും ശരി തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി നയങ്ങൾ ആ ഒരു വശത്തേക്ക് ആ ഒരു വിഭാഗത്തിന്റെ വോട്ട് ആശ്രയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ തങ്ങളുടെ പക്ഷത്തേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ള തർക്കമില്ലാത്തതാണ്. അതിന്റെ ഏറ്റവും ഒടുവിലായി നടന്നിരിക്കുന്ന ഈ സംഭവത്തെ ആസൂത്രിതമെന്ന് രാജ്ഭവൻ തന്നെ വിമർശിച്ചതോടുകൂടി അല്ലെങ്കിൽ അത്തരമൊരു സംശയം പ്രകടിപ്പിച്ചതോടുകൂടി ഈ ഘട്ടത്തിൽ അത്തരമൊരു സമീപനം തന്നെ നിലമ്പൂരിന്റെ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം തന്നെ അതിന് സർക്കാരും മന്ത്രിയും ഒക്കെ കൂട്ടുനിന്നു. അതിൽ മന്ത്രിമാരുടെ പ്രതികരണം പോലും ഉണ്ടായത് വളരെ പെട്ടെന്നാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി പുറത്തിറങ്ങിയ മാധ്യമങ്ങൾക്ക് മറുപടി നൽകുന്ന അതേ സമയത്ത് തന്നെ മറ്റ് മന്ത്രിമാർ പോലും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ വീണ്ടും അതിലൊരു ആസൂത്രിത സംശയിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. അതിലേറ്റവും പ്രസക്തമാണ് എഴുതി തയ്യാറാക്കിയ പ്രസംഗം വിദ്യാഭ്യാസ മന്ത്രി വായിച്ചു എന്നുള്ളത്. അതും ഒരു പ്രതിഷേധത്തിനുള്ള വാർത്താക്കുറിപ്പുമായി അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിനുള്ള പ്രസംഗം എഴുതി തയ്യാറാക്കിയാണ് മന്ത്രി ഒരു പ്രോട്ടോകോളുള്ള ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ എത്തിയത് എന്നുള്ളതുമാണ് ഏറ്റവും ഗൗരവകരമായ കാര്യം. അതിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് രാജ്ഭവൻ ഉന്നയിക്കുന്നത്. ഗവർണറെ മന്ത്രി അപമാനിച്ചു, ഗവർണർക്ക് മുമ്പ് വേദി വിട്ടത് പ്രോട്ടോകോൾ ലംഘനമാണ്, പ്രകടനപരതയാണ് വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നും ഉണ്ടായത് എന്ന് രാജ്ഭവൻ പറയുകയാണ്.